ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നല്ലൊരു വെറൈറ്റി ആയിട്ടൊരു ജ്യൂസ് റെസിപ്പിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. മാംഗോയിൽ നല്ലൊരു ജ്യൂസും ലസ്സിയും ചെയ്യാനുള്ള ഒരു റെസിപ്പിയാണ്. മാമ്പഴക്കാലമല്ലേ, മാങ്ങ വന്ന് നിറയെ ഉള്ളപ്പോൾ നമുക്ക് ഇതുപോലുള്ള പൾപ്പൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഈസി ആയിട്ട് നമുക്ക് വിരുന്നുകാരൊക്കെ വരുമ്പോൾ എടുത്ത് ജ്യൂസോ ലസ്സിയോ ഒക്കെ ചെയ്യാം. പ്രോബയോട്ടിക് നിറഞ്ഞ ഒരു നല്ലൊരു ലസ്സിയാക്കി കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ്സൊക്കെ ഇട്ട് നല്ലൊരു മാംഗോ ജ്യൂസാക്കിയും കൊടുക്കാം. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. മാങ്ങ ഇല്ലാത്ത കാലത്തും നമുക്കിത് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് മാങ്ങ, കുറേ പഴുത്ത് അധികം കഴിക്കില്ലല്ലോ, അപ്പോൾ ആ മാങ്ങകളൊക്കെ എടുത്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഒരു മാമ്പഴം കൊണ്ടുള്ള ഒരു 2 റെസിപ്പീസാണ്. നിറയെ മാമ്പഴം നമുക്ക് കിട്ടുമ്പോൾ എല്ലാം കൂടെ കഴിച്ച് തീർക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നല്ല പഴുത്ത് പോയതാണെങ്കിൽ, ഉടനെ കഴിക്കാത്തതാണെങ്കിൽ കുറച്ച് മാമ്പഴങ്ങളെല്ലാം കൂടി ചേർത്ത് നമുക്കൊരു നല്ലൊരു പൾപ്പ് റെഡിയാക്കി വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് മാമ്പഴം അരിഞ്ഞു വച്ചിട്ടുണ്ട്. ഇതിനെ നമുക്ക് അരച്ചെടുക്കണം. ഒരു മിക്സി ജാറിൽ 3/4 ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. അരച്ച് കൊണ്ടുവന്നതിന് ഒരു പാനിലേക്ക് ഒഴിക്കാം. ബാക്കി കൂടെ അതിലേക്ക് ഇടാം. ബാക്കി ഇരുന്നത് അരച്ചെടുത്തു. ഇതിൽ ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല. അപ്പോൾ ജാറ് കഴുകിയും കൂടെ അതിൽ വെള്ളം ചേർക്കരുത്. അങ്ങനെ നമ്മൾ റെഡിയാക്കി വെക്കാനായിട്ടാണ്. ഇനി ഇതിനെ നമ്മൾ അടുപ്പത്ത് വെച്ച് ബാക്കി സാധനങ്ങളൊക്കെ ചേർത്ത് റെഡിയാക്കാം. പാൻ അടുപ്പത്ത് വെച്ച് തീ കത്തിച്ചിട്ടുണ്ട്. ഇത് നോൺ സ്റ്റിക്കിൽ ചെയ്യുന്നതാണ് നല്ലത്. ഇത് അപ്പോൾ അടിയിൽ പിടിക്കില്ല. മാമ്പഴമല്ല, ചിലപ്പോൾ അടിയിൽ പിടിക്കാം. ഇതിലേക്ക് ഞാൻ 1 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. അത്രയും പഞ്ചസാര ചേർക്കാൻ കാരണം നമ്മളിത് വച്ച് യൂസ് ചെയ്യാനല്ലേ. അപ്പോൾ സ്ക്വാഷൊക്കെ ചെയ്യുമ്പോൾ വെള്ളമോ പാലോ അതൊക്കെ ഒഴിക്കുമ്പോഴത്തേക്ക് മധുരം ആവശ്യമായിരിക്കും. മാമ്പഴത്തിൻ്റെ മധുരം കൊണ്ട് മാത്രം ചിലർക്കൊക്കെ അത് തികയില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ മുക്കാലും വീട്ടിൽ കൊച്ചു കുട്ടികളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഗസ്റ്റ് വരുമ്പോഴല്ലേ അതൊക്കെ എടുക്കുള്ളൂ. ഫ്രിഡ്ജിൽ വെച്ച് 1 വർഷത്തോളം നമ്മൾ മാമ്പഴം ഇല്ലാത്ത കാലത്തും കൂടെ ഫ്രഷ് ആയിട്ടുള്ള മാമ്പഴ ജ്യൂസ് നമുക്ക് കൊടുക്കാൻ പറ്റും. അതിലേക്ക് ഞാൻ 1 നാരങ്ങയുടെ ജ്യൂസ് ഒഴിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ മിക്സാക്കി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് വയ്ക്കാം. ഇത് നല്ല ടേസ്റ്റിയാണ്. വേണമെങ്കിൽ ഇതിൽ മാമ്പഴത്തിൻ്റെ എസൻസ് ഒഴിക്കാം. മാമ്പഴം നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാനാണ്, അതുകൊണ്ട് എസൻസ് ഒന്നും ആവശ്യമില്ല. നമ്മൾ സെയിൽസൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇതുപോലെ ചെയ്തിട്ട് മാമ്പഴത്തിൻ്റെ എസൻസ് ഒഴിക്കാം. അല്ലാതെ നമുക്ക് ഓർഗാനിക്കായിട്ടാണ് അല്ലെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഞാനൊന്നും എസൻസ് ഉപയോഗിക്കില്ല, നമ്മൾ വീട്ടിലേക്ക് മാത്രമാണ്. അപ്പോൾ നല്ല ഒന്ന് ഇളക്കണം. ലോ ഫ്ലെയിമിലിട്ട് തിളച്ചാൽ മാത്രം മതി. പിന്നെ അതെടുത്ത് വയ്ക്കാം. പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് തിളച്ചാൽ മാത്രം മതി. നല്ല തിളച്ച് വരണവരേക്കും ഇടയ്ക്കിടയ്ക്കൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ അടിയിൽ പിടിക്കുകയാണെങ്കിൽ അത് സ്ക്വാഷിൻ്റെ മണമേ വേറെ മാതിരി ആയിപ്പോകും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇതിനെ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആറാൻ എടുത്ത് വയ്ക്കാം. ഇനി ഇങ്ങനെ ഇരുന്ന് എല്ലാം ഒന്ന് ആറട്ടെ.
ആറി കഴിയുമ്പോൾ ഇന്നും കുറച്ചുകൂടെ തിക്കാവും. അപ്പം നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ നല്ല എളുപ്പമായിരിക്കും. ഇതിപ്പോൾ നല്ല ആറിക്കഴിഞ്ഞു. ഇനി ഇതിനെ നമുക്ക് നല്ല അടച്ചുറപ്പുള്ള ഒരു കണ്ടെയ്നറിലോട്ട് ഒഴിച്ച് ഫ്രിഡ്ജിൽ വയ്ക്കാം. വെള്ളമൊന്നുമില്ലാതെ നല്ല തുടച്ച് ഉണക്കിയെടുത്ത ബോട്ടിലായിരിക്കണം. ഇത് എത്ര നാൾ വേണമെങ്കിലും ഇത് ഫ്രിഡ്ജിലിരുന്നോളും. മാങ്ങയൊക്കെ ഇല്ലാത്ത കാലങ്ങളിൽ എടുത്താൽ മതി. ഈ സീസണിൽ മാങ്ങ ഉള്ളതുകൊണ്ട് ഇല്ലാത്ത കാലങ്ങളിൽ നമുക്കെടുത്ത് യൂസ് ചെയ്യാൻ പറ്റും. ഒരു 2 സ്പൂൺ ഇട്ടാൽ 2 ടേബിൾ സ്പൂൺ ഇട്ടാൽ ഒരു ജ്യൂസിനാവും. നാരങ്ങയൊക്കെ ഒഴിക്കുന്നുണ്ട്, നല്ല ടേസ്റ്റാണ്. മധുരം കുറവ് വേണമെന്നുള്ളവർക്ക് ഇതിൻ്റെ അളവ് കുറച്ചിട്ടാൽ മതി. അപ്പോൾ ഇതുപോലെ ഈ മാമ്പഴ സീസണിലെല്ലാവരും ഇതുപോലെയൊക്കെ ചെയ്ത് വെച്ചാൽ നമുക്ക് തൈര് വെച്ചിട്ട് ലസ്സി ആക്കാം, മാംഗോ ലസ്സി ഉണ്ടാക്കാം. അപ്പം ഞാനിവിടെ ഗ്ലാസ്സിൽ കുറച്ച് തൈര്, ഒരു 1/4 ഗ്ലാസ് തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യമായ മാമ്പഴ പൾപ്പ് ഒഴിക്കാം. അതുപോലെ ഇന്നൊരു ഗ്ലാസ്സിൽ വെറും പൾപ്പ് ഒഴിച്ചിട്ട് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ച് ഐസ് വിട്ട് നമുക്ക് നല്ല സ്ക്വാഷാക്കി എടുക്കാം, മാംഗോ സ്ക്വാഷാക്കി എടുക്കാം. നല്ല പ്രോബയോട്ടിക് നിറഞ്ഞ ഒരു മാംഗോ ലസ്സി ആണ് ഞാൻ ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ഞാനത് ജാറിലിട്ട് അടിച്ചിട്ടില്ല, കാരണം അത് അടിച്ചാൽ തീരെ വെള്ളമായി പോകും. അടിച്ച് കുടിക്കണം എന്നുള്ളവർക്ക് അടിച്ചു കുടിക്കും. ഞാനത് രണ്ടും കൂടെ സ്പൂണിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുള്ളത്. കട്ടി തൈര് ഒഴിച്ചിട്ട് ലസ്സി സ്പൂണിട്ട് നല്ല മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണിത്. ഒരു കെമിക്കലോ ഒന്നും നമ്മൾ എസൻസോ ഒന്നും ചേർക്കാത്ത നല്ലൊരു മാംഗോ സ്ക്വാഷ് ലസ്സിയൊക്കെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. അപ്പോൾ ധാരാളം മാങ്ങ കിട്ടുമ്പോൾ, മാങ്ങ കുറച്ചധികം നല്ല ലാഭത്തിൽ കിട്ടുമ്പോൾ ഇതുപോലെയൊക്കെ വാങ്ങി ചെയ്ത് വെച്ചാലോ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക്സ് നമുക്ക് കുടിക്കാം. മാർക്കറ്റിലുള്ള അധികം കെമിക്കൽ ചേർന്ന ഡ്രിങ്ക്സൊക്കെ വാങ്ങി കുടിക്കുന്നതിനേക്കാളും ഇതുപോലെയൊക്കെ നമ്മൾ കുറച്ച് അല്പം ബുദ്ധിമുട്ടിയൊക്കെ ഇതൊക്കെ ചെയ്ത് വെച്ചാൽ ഹെൽത്തി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ കുടിക്കാം. കണ്ടില്ലേ, വലിയ പാടൊന്നുമില്ല. അതിൻ്റെ പൾപ്പെടുത്ത് കുറച്ചൊന്ന് പഞ്ചസാരയും നാരങ്ങ നീരൊക്കെ ഒഴിച്ചൊന്ന് തിളപ്പിച്ചെടുത്ത് ആറിച്ചൊഴിച്ച് വെച്ചാൽ വിരുന്നുകാർ വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് നടക്കും. ഡെക്കറേറ്റ് ചെയ്ത് കുടിക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും റെഡിയാക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. താങ്ക് യു.